അയ്യോ കള്ളൻ കള്ളൻ എവിടെ പോയി അവിടെ നിന്നെ ഇന്ന് ഞാൻ നീയോ? അയ്യോ അവനൊന്നും ചെയ്യല്ലേ, പ്രതി ഇവനാ. എന്താണ് ഈ രാത്രിയില്? അത് പിന്നെ റോസിനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ മധുര ചാടി. ഈ പാതിരാക്ക് നീ എന്ത് അത്യാവശ്യം പറയാൻ പോകുന്നു എനിക്കറിയാം. ഞാൻ ഈ പ്രായത്തിൽ ഒരുപാട് അത്യാവശ്യം പറഞ്ഞതാ. സ്ഥലപ്പെടി പോ. ഒന്നുമില്ലെങ്കിലും നിയമപരമായിട്ട് വിവാഹം കഴിച്ച നവദമ്പതികളല്ലേ അപ്പച്ച ഞങ്ങൾ? പാവല്ലേ അപ്പച്ച, ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് ഒറ്റ ദിവസത്തേക്ക് ഇവനെ ഞാൻ അവന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം. കൊണ്ടുപോടെ പോ. അതിലാടാൻ പോയത് കാണുന്നില്ലല്ലോടാ അവന്മാരെ. ഇനി അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ടി വരൂ. അല്പസമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പച്ച. എത്ര നേരം എന്ന് വെച്ചാ? എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? കാശിന് അത്യാവശ്യം വന്ന് എന്ത് ചെയ്യും കുഞ്ഞ്? ഞങ്ങളെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചോളാന്ന് ഉറപ്പ് തന്നോണ്ടല്ലേ ഉണ്ണികൃഷ്ണന് ഞങ്ങളുടെ റോസ്മേരിയെ കെട്ടിച്ചു തന്നത്. മതി മതി, തൽക്കാലം ഇത് വെച്ചോ. ഇനി കൂടെ കൂടെ വന്ന് ശല്യം ചെയ്യരുതെന്ന് അപ്പച്ചൻ പറയാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ റോസ്മേരി കൊച്ച് പാട്ടും ഡാൻസും പഠിപ്പിച്ച് കിട്ടുന്നതായിരുന്നു ഞങ്ങളുടെ വീടിന്റെ പ്രധാന വരുമാനം. അത് പെട്ടെന്ന് നിന്ന് പോയപ്പോ ഞങ്ങളുടെ വീട് പഞ്ചറായി പോയില്ലയോ? അല്ല, നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അനന്തകൃഷ്ണ മുതലാളോട് വാങ്ങിച്ചോളാം. അതൊന്നും വേണ്ട, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ കാശ് ഇനിയും തരും. അതല്ല, ഇതിന്റെ പേരിൽ സ്ഥിരമായിട്ട് ഞങ്ങളെ വഹിക്കാനാണ് പരിപാടിയെങ്കിൽ കുരിശിങ്കൽ ഔസേപ്പച്ചന്റെയും തൊമ്മിച്ചന്റെയും തനി നിറം താൻ അറിയും. അനന്തകൃഷ്ണൻ. അനന്തേട്ടാ, ഇത് ഞാനാ പങ്കജവല്ലി. എന്നോടും മക്കളോടുമുള്ള ചേട്ടന്റെ വിരോധം ഇനിയും മാറിയിട്ടില്ല അല്ലേ? എന്താ പങ്കജവല്ലിയമ്മേ പതിവില്ലാതൊരു കുശലാന്വേഷണം? കാര്യങ്ങൾ എന്തൊക്കെയായാലേ ഞങ്ങൾക്ക് ചേട്ടനുള്ള ബഹുമാനത്തിനും സ്നേഹത്തിനും ഒരു കുറവും വന്നിട്ടില്ല. വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും സമയം ലാഭിക്കാം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് വിളിച്ചതാ. നമ്മളോ നമ്മുടെ പിള്ളേരോ ആയിട്ട് ഇതുവരെ കുടുംബത്തിനൊരു ചീത്തപ്പേര് വരുത്തി വെച്ചിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ കാര്യം എന്താണെന്ന് പറയണം. അനന്തേട്ടന്റെ മകന്റെ, നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ കല്യാണം കഴിഞ്ഞു അനന്തേട്ടാ. ആഹാ, അതെയോ? എന്ന്? എവിടെ വെച്ച്? എത്ര മണിക്ക്? ഞാൻ അറിയാതെ എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞു. കൊള്ളാം. പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് പയറ്റി നോക്കുകയാണല്ലേ? അല്ലേലും എനിക്കറിയാം. ഞാൻ പറഞ്ഞ ചേട്ടൻ വിശ്വസിക്കത്തില്ല. ചേട്ടന്റെയും കുടുംബത്തിന്റെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഞാൻ ചേട്ടന്റെ ശത്രു. ചേട്ടൻ അറിയാതെ ഉണ്ണികൃഷ്ണനെ ഒരു നസ്രാണി പെണ്ണിനെ കൊണ്ട് കെട്ടിച്ച ഔസേപ്പച്ചൻ ചേട്ടന്റെ അടുത്ത ബന്ധു. വേണ്ടാത്ത കാര്യങ്ങള് പറഞ്ഞുണ്ടാക്കിയുണ്ടല്ലോ, നിന്റെ അണപ്പല്ല ഞാൻ തെറിപ്പിക്കും. ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ ചേട്ടന് വിശ്വാസമാകാത്തത്? ഇതൊരു ചതിയാണ് ചേട്ടാ. അവരെല്ലാരും കൂടെ ചേർന്നേ ചേട്ടനെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുക. ഒന്നും വേണ്ട, ചേട്ടന് ഔസേപ്പിന്റെ വീട് വരെ ഒന്ന് പോയി നോക്കിയാട്ടെ. മരുമോള് റോസ്മേരി കുരിശങ്കക്കാരുടെ സ്വന്തം മോളായിട്ട് വിലസുന്നത് കൺകുളിർക്ക കാണാം. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലെങ്കിലും ഞങ്ങളോടുള്ള വിരോധം അവസാനിപ്പിക്കണേ. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെയും പിള്ളേരുടെയും ജന്മശത്രു കുരിശിങ്കൽ ഔസേപ്പാ, അനന്തേട്ടനല്ല.
എന്റെ ഗുരുവായൂരപ്പാ. ഓ എന്റെ കർത്താവേ, എങ്ങനെയെങ്കിലും ഈ മുൾക്കിരീടം തലേന്നൊന്ന് ഇറക്കി വെച്ചിരുന്നെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങായിരുന്നു. ധൈര്യമായിരിക്കപ്പച്ച, കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയാൻ പോവാ. റോസ്മേരി അച്ഛന് ഇഷ്ടമായതുകൊണ്ടാണല്ലോ എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അച്ഛനെ കൂടുതൽ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയ സിറ്റുവേഷനുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. സിറ്റുവേഷനാ? അപ്പൊ ഇനിയും ഇവിടെ നാടകം കളിക്കണോ? ചിലപ്പോ വേണ്ടി വരും. അച്ഛൻ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയം നോക്കി റോസ്മേരിയെ കൊണ്ട് നമ്മൾ ശയന പ്രദർശനം നടത്തിക്കുന്നു. ക്രിസ്ത്യാനിക്ക് എന്തോടെ അമ്പലത്തിൽ കാര്യം? ഉണ്ട്. റോസ്മേരി മതം മാറി ലക്ഷ്മിക്കുട്ടിയായെന്ന് നമ്മൾ അച്ഛനെ ധരിപ്പിക്കും. ഇത്രയും ഒക്കെ പുലിവാലിനൊന്നും പോവാതെ കാര്യങ്ങൾ അച്ഛനോട് തുറന്നു പറഞ്ഞ പോരെ? എല്ലാം ശുഭമാകാതെ അവനോട് ഈ കാര്യം തുറന്നു പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും കാലം ഒളിച്ചു വെച്ചതെന്ന് അവൻ ചോദിക്കില്ലേ? അപ്പൊ ഉണ്ട വിഴുകിയതുപോലെ നോക്കി നിൽക്കാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ ഉണ്ണിയോട് അച്ഛൻ പറയും, നീ റോസ്മേരിയെ വിവാഹം കഴിക്കടാന്ന്. മനസ്സിലായില്ല. പറഞ്ഞുതരാം. ഞാൻ റോസ്മേരിയെ വിവാഹം കഴിക്കാമെന്ന് ഏറ്റിരുന്നാണെന്നും സമയമായപ്പോൾ എന്തോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണെന്നും അപ്പച്ചൻ അച്ഛനെ ധരിപ്പിക്കണം. ആ കുട്ടിയുടെ കാര്യം കഷ്ടമാണ്, പറഞ്ഞ ദിവസം തന്നെ വിവാഹം നടത്തിയേ പറ്റൂ എന്ന് അപ്പച്ചൻ വാശി പിടിക്കണം. അപ്പോ ഇതിനകം റോസ്മേരിയിൽ ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞ അച്ഛൻ അപ്പച്ചനെ വിളിച്ചു പറയും, എങ്കിൽ ഉണ്ണി ലക്ഷ്മി കുട്ടിയെ വിവാഹം കഴിക്കട്ടെ എന്ന്. നീ പറയുന്ന പോലെ ഇത് ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ എല്ലാവരും ചേർന്ന് അവനെ പറ്റിക്കുകയായിരുന്നെന്ന് അറിഞ്ഞാൽ ഒരു വലിയ ദുരന്തത്തിലെ തൃപ്തിയായടാ എനിക്ക്. നീ തന്നെ എന്നോട് ഇത് ചെയ്യണമായിരുന്നു. അനന്ത, ഞാൻ മിണ്ടിപ്പോരുത്. ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ നീ ഉദയക്രിയ ചെയ്തു. എന്നാലും എന്നോട് നീ ഇത് ചെയ്തല്ലോ. അച്ഛാ, കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയാതെയാണ്. വേണ്ടടാ. നടന്ന സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോഴും അറിഞ്ഞതൊക്കെ സത്യമാവില്ലേ എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാം നല്ലതിന് തന്നെ. എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ഈശ്വരൻ എനിക്ക് കാണിച്ചു തന്നു. സ്വത്തും പണവുമാണ് നിനക്ക് വേണ്ടിയിരുന്നതെങ്കിൽ ഒരു വാക്കിനോട് പറഞ്ഞാ പോരായിരുന്നു. എന്റേത് നിന്റേത് എന്നുള്ള വേർതിരിവ് ഒരു കാര്യത്തിലും എനിക്കില്ലായിരുന്നു. എനിക്കുള്ളതെല്ലാം നിന്റേത് കൂടിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ നിനക്കെല്ലാം നിന്റെ കാൽക്കീഴിലാക്കണമായിരുന്നു. അതിനുവേണ്ടി അല്ലേടാ നീ തന്തയിലാകെ കാണിച്ചു. അനന്ത, അത് മാത്രം പറയരുത്. നീ അറിഞ്ഞതൊന്നും സത്യമല്ല. എന്ത് സത്യമല്ല? നീ ഉണ്ണിയെ കുട്ടി ഇവളെ പെണ്ണ് കാണാൻ പോയത് സത്യമല്ലേ? ഇവളുമായിട്ട് ഉണ്ണി സ്നേഹത്തിലായിരുന്നു എന്ന് നിന്റെ മോൻ അറിയാമായിരുന്നു. അതും സത്യമല്ലേ? ഇവരുടെ വിവാഹത്തിന് നീ സാക്ഷി നിന്നു. അതും സത്യമല്ലേ? ഈ വിവരങ്ങളൊന്നും എന്നെ അറിയിക്കാതെ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ വിട്ടിയാക്കിയായിരുന്നു. അതും സത്യമല്ലേ? ഉണ്ണിയെ നിന്റെ ഭാഗത്തേക്ക് മാറ്റി ബിസിനസ് മുഴുവൻ സ്വന്തം പേരിലാക്കാനുള്ള ശ്രമങ്ങളായിരുന്നതെല്ലാം എന്നുള്ളത് സത്യമല്ലേ? അല്ലെന്താ, ഈ പറഞ്ഞത് മാത്രം സത്യമല്ല. കർത്താവിന് നിരക്കാത്ത ഒന്നും നിന്റെ ഔസേപ്പച്ചൻ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലടാ. നിന്റെ മനസ്സിൽ ഒരു പോറൽ പോലും വെക്കാതിരിക്കാൻ വേണ്ടി നിന്നിൽ നിന്നും ഞാൻ കുറെ സത്യങ്ങൾ ഒളിച്ചു വെച്ചു. അത് ഇത്രയ്ക്ക് വിനയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നീ എന്നോട് ക്ഷമിക്കുക. അത് ഈ ജന്മത്തിൽ നടക്കില്ല. ഒറ്റ കൊടുക്കുന്നവന്റെ കൈവിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മാപ്പർഹിക്കാത്ത തെറ്റാണ് നീ ചെയ്തത്. സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഇത്രയും വർഷം അഭിനയമാക്കി കൊണ്ടു നടക്കാൻ നിനക്ക് കഴിയും. ആ ചതിയും കാപട്യവും അറിഞ്ഞിട്ടും എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തത് അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നുകൊണ്ടാ. ഒന്ന് മാത്രം പറയാം, ഇനി ജോസഫ് എന്ന സുഹൃത്തും അവന്റെ കുടുംബവും എന്റെ മനസ്സിലുണ്ടാവില്ല. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. അപ്പച്ചൻ ഒരു പോരുത്. ഇനി നീയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ അനന്തേട്ടാ, വർഷങ്ങളായിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു ഇത്. ഈ ബിസിനസ്സും സ്വത്തുക്കളും ഒക്കെ ആ ഔസേപ്പിന്റെ മാത്രം പേരിലാക്കാനുള്ള ശ്രമങ്ങളെ അവരിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മരുമോന്റെ ഒത്താശയോടെ ഔസേപ്പിച്ചിപ്പോഴും കൂപ്പ് വഴി ചന്ദനം കടത്തുന്നുണ്ടെന്നാ നാട്ടുകാർ പറയുന്നേ. തന്നെയുമല്ല, കാടിനകത്ത് അവർക്ക് കഞ്ചാവുഷ്യം ഉണ്ടത്രേ. എന്തിന്? കൂപ്പിന്റെ അടുത്ത് ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് അല്ലേ സ്വന്തം പേരിൽ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്? അത് വല്ലതും അമ്മാവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. പക്ഷെ എങ്ങനെയാ പറയുന്നേ?